നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവുമെന്ന 7ാമത്തെ ദശകത്തിലെ 4ാമത്തെ ശ്ലോകം. ആദ്യം നമുക്ക് ശ്ലോകം പഠിക്കാം. മായായത്ര കദാപി നോ വിഗുരുദേ ഭാതേ ജഗദ്ഭ്യോ ബഹിഃ ശോകക്രോധ വിമോഹ സാധ്വസമുഖാഃ ഭാവാസ്ഥു ദൂരം ഗതാഃ സാന്ദ്രാനന്ദഝരീ ച യത്ര പരമജ്യോതിഃ പ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. മായ യത്ര കഥ അഭി ന വിഗുരുദേ ഭാതേ ജഗദ്ഭ്യോ ബഹിഃ ശോകക്രോധ വിമോഹ സാധ്വസമുഖാഃ ഭാവാഃ തു ദൂരം ഗതാഃ സാന്ദ്രാനന്ദഝരീ ച യത്ര പരമജ്യോതിപ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഹേ വിഭോ, ജഗദ്ഭ്യഃ ബഹിഃ ഭാതേ യത്ര മായ കദാപി ന വിഗുരുദേ ശോകക്രോധ വിമോഹ സാധ്വസമുഖാഃ ഭാവാഃ തു ദൂരം ഗതാഃ പരമജ്യോതിപ്രകാശാത്മകേ യത്ര സാന്ദ്രാനന്ദഝരീ ച വിഭാവിതം തത് വൈകുണ്ഠരൂപം തേ ധാമ വിജയതേ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശമാണ് നാം ചർച്ച ചെയ്യുന്നത്. അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, ഈ ലോകങ്ങളുടെയെല്ലാം ബഹിർഭാഗത്ത് ശോഭയോടെ വിളങ്ങുന്ന വർത്തിക്കുന്ന ആ വൈകുണ്ഠ ലോകത്തെ ഒരിക്കലും ഒരു പ്രകാരത്തിലും മായാശക്തി ബാധിക്കുന്നില്ല. ശോകം, ക്രോധം, മൗഢ്യം, ഭയം തുടങ്ങിയ വികാരഭേദങ്ങളെല്ലാം തന്നെ അവിടെ നിന്നും വിദൂരത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. പരമോജ്വലമായ ജ്യോതിപ്രകാശം വിളങ്ങുന്ന അവിടെ അളവറ്റ ആനന്ദപ്രവാഹം ഒഴുകുകയും ചെയ്യുന്നു. അപ്രകാരം പ്രകാശിച്ചതും വൈകുണ്ഠസ്വരൂപവുമായ അങ്ങയുടെ വാസസ്ഥലം അല്ലയോ ഭഗവാനെ സർവശ്രേഷ്ഠമായിരിക്കുന്നു. ഇതാണ് ശ്ലോകത്തിൻ്റെ സാരം. നമസ്തേ.